തിരയുന്നതിൻ്റെ ഇടയിലാണ് 2-3 പഴയ ഡയറി എൻ്റെ കയ്യിൽ കിട്ടിയത്. ഇതുകൊണ്ട് എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുമ്പോഴാണ് കുറേ നാളായി മനസ്സിൽ നിന്നൊരാഗ്രഹം ഒരു ജേർണൽ ചെയ്യണമെന്ന്. അങ്ങനെ അപ്പോൾ പിന്നെ ഇത് ചെയ്യാമെന്ന് വിചാരിച്ചു. കൂട്ടത്തിൽ ഇത് ഏറ്റവും പഴക്കമെന്ന് വെച്ചാൽ ഞാൻ ജനിക്കുന്നതിന് മുന്നേ ഉള്ള ഈ ഡയറി തന്നെ എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. എന്നാൽ പിന്നെ ഒന്ന് ചെയ്തു നോക്കിയാലോ. ആദ്യം തന്നെ ഇതുപോലുള്ള ഒരു കവറാണ് വേണ്ടത്. ഇത് തുണി കൊണ്ടുള്ള കവറാണ് കേട്ടോ. ഇതാകുമ്പോൾ കാണാനൊരു ഭംഗിയുണ്ടാവും. ഇതെന്തിനാ വെച്ചാൽ ഈ ബുക്കൊന്ന് കവർ ചെയ്യാനാണ്, പൊതിഞ്ഞെടുക്കാൻ വേണ്ടി. അതിന് ആദ്യം നമുക്കിതിൻ്റെ 2 സൈഡും ഒന്ന് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. സാധാരണ ബുക്കൊക്കെ ബൈൻഡ് ചെയ്യുന്ന പോലെ ഇവിടെ ഫെവിക്കോൾ യൂസ് ചെയ്താണ് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത്. നമുക്കൊന്ന് ഒട്ടിച്ച് ബൈൻഡ് ചെയ്തെടുക്കാം. ബുക്കൊക്കെ ബൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കാണാനൊരു ഭംഗിയുണ്ട് കേട്ടോ. ആ ഒരു ക്ലോത്തിൻ്റെ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ. ജേണലൊക്കെ ആയ സ്ഥിതിക്ക് ഇതിലിപ്പോൾ എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേ. ഞാൻ ഓൾറെഡി ഒരു പേജിലൊന്ന് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. സ്ലീപ്പ് ട്രാക്കറാണ് ഇത്. ഞാനൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. അപ്പോൾ നമുക്ക് ഐശ്വര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. എനിക്ക് ഇതിനു മുമ്പ് ജേർണൽ ചെയ്ത എക്സ്പീരിയൻസ് ഒന്നുമില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ ഇതിൻ്റെ സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഞാൻ എൻ്റെ കയ്യിൽ കുറച്ച് ബുക്സൊക്കെ അതിൽ നിന്നൊക്കെ മുറിച്ചെടുത്ത് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് ഉള്ളത് കൊണ്ട് ഓണം പോലെ നമ്മുടെ കയ്യിലുള്ള സാധനം വെച്ചൊന്ന് ചെയ്ത് നോക്കാം. അതുകൊണ്ട് ആരും കൂടുതൽ എക്സ്പെക്റ്റേഷൻ ഒന്നും വെച്ച് കാണരുതേ. നമ്മൾ വാങ്ങിയിട്ട് ചെയ്യുന്നതും നമ്മുടെ കയ്യിലുള്ള സാധനം കൊണ്ട് പഴയ ബുക്കൊക്കെ മുറിച്ച് ചെയ്യുന്നതിലും അതിൻ്റേതായ വ്യത്യാസം ഉണ്ടാകും. എനിക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണയുമില്ല. ആദ്യമായിട്ടാണ് ഞാൻ ജേർണൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ പോരായ്മയും ഉണ്ടാവും. നിങ്ങളത് ക്ഷമിക്കണം. ഞാൻ എന്തായിട്ട് ഇമ്പ്രൂവ് ചെയ്യുന്നതായിരിക്കും. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായമായിട്ടൊന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ അടുത്ത പ്രാവശ്യം ഉറപ്പായും തിരുത്തുന്നതാണ്. ഞാൻ എനിക്കറിയുന്നത് പോലെയൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്.
തന്നെ എനിക്കത്ര വലിയ സാഹിത്യമൊന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ എന്ത് എഴുതണമെന്ന് എനിക്ക് നല്ല ഡൗട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയ കുറച്ച് കാര്യങ്ങളൊക്കെ വെറുതെ ചുമ്മാ അതിൽ എഴുതി വെച്ചു. സംഭവം സെറ്റായിട്ടുണ്ട്. നിങ്ങളിതൊന്ന് കണ്ടിട്ട് അഭിപ്രായം പറയണേ എങ്ങനെയുണ്ടെന്ന്.